ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ കൂടിയായ നടൻ മോഹൻലാലിനെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കമാൻഡേഷൻ കാർഡ് നൽകി ആദരിച്ചിരുന്നു. ഈ ചടങ്ങിൽ മോഹൻലാൽ താടി വടിക്കാതെ യൂണിഫോമിലാണ് എത്തിയത്. ഇത് ചട്ടലംഘനമാണെന്ന് ആരോപിച്ച് നിരവധി പേരാണ് വിമർശനവുമായി രംഗത്തെത്തുന്നത്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിന് ശേഷം അഭിനന്ദനം സ്വീകരിക്കുന്നതിനും ടെറിട്ടോറിയൽ ആർമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി നടനും ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ന്യൂഡൽഹിയിൽ കരസേന മേധാവിയെ കണ്ടിരുന്നു. ഡൽഹിയിലെ പ്രതിരോധ മന്ത്രാലയ ഓഫീസിലെ ഇന്റഗ്രേറ്റഡ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് അദ്ദേഹത്തെ ആദരിച്ചത്. താടി നിലനിർത്തിയെങ്കിലും സൈനിക വേഷത്തിലായിരുന്നു താരം പരിപാടിയിൽ പങ്കെടുത്തത്. സിഖ് വിഭാഗക്കാർക്ക് മാത്രമേ താടിയുടെ കാര്യത്തിൽ സൈന്യത്തിൽ ഇളവുള്ളൂ. യൂണിഫോം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സേനാ ആസ്ഥാനത്ത് നിന്ന് കൃത്യമായ നിർദ്ദേശം നൽകണമെന്ന് ചിത്രം പങ്കിട്ട നാവികസേന മുൻ മേധാവി അഡ്മിറൽ അരുൺ പ്രകാശ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. ഇത് വിമർശനങ്ങൾക്ക് കാരണമായി. സമാന വിമർശനം പല മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും ഉയർത്തിയിട്ടുണ്ട്. അതേസമയം മോഹൻലാലിന്റെ താടി പലപ്പോഴും ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമാകാറുണ്ട്. താടി വടിച്ച് മീശ പിരിച്ചെത്തുന്ന ലാലേട്ടനെ കാണാനുള്ള മോഹം ആരാധകർ പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. ഇതിന് മറുപടിയായി ഞാനൊരു കണ്ടിന്യൂറ്റിയിലായിപ്പോയി എന്നാണ് താരം പറഞ്ഞത്. ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന ദൃശ്യം 3-ലടക്കം മോഹൻലാലിന് താടിയുള്ള ഗെറ്റപ്പാണുള്ളത്. കഴിഞ്ഞ മാസം 20-ാം തീയതിയായിരുന്നു മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. 2023-ലെ പുരസ്കാരമാണ് താരത്തിന് ലഭിച്ചത്. ഇത് രണ്ടാം തവണയാണ് ഒരു മലയാളിക്ക് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.